प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വ്യഞ്ജനാക്ഷരങ്ങളുടെ 6ാം ഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അതോടൊപ്പം തന്നെ ഓരോ വീഡിയോയും നിങ്ങൾ പൂർണ്ണമായി കാണാനും ശ്രദ്ധിക്കുക. എങ്കിലേ നിങ്ങൾക്ക് പൂർണ്ണമായി ഈ ക്ലാസ്സുകൾ ശരിക്ക് മനസ്സിലാക്കാൻ അത് ഉപകരിക്കുകയുള്ളൂ. ഈ വീഡിയോയും ഇതേപോലെ തന്നെ അവസാനം വരെ കാണുക. അവസാന ഭാഗത്ത് അക്ഷരമാലയിൽ പെടാത്ത ഒരു അക്ഷരം, അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്ഷരം കൂടിയാണ്. അതിനെക്കുറിച്ച് അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇത് എല്ലാവരും അതുകൊണ്ട് തന്നെ മുഴുവനായി ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ അക്ഷരം ന എന്നുള്ള അക്ഷരമാണ്. എഴുതാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഇംഗ്ലീഷിലെ യു എന്നുള്ള വലിയ അക്ഷരത്തിലെ യു എന്ന് എഴുതിയിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഒന്നിട്ടു, എന്നിട്ട് മുകളിൽ വരയും വരച്ചു. അപ്പോൾ എന്തായി? ന എന്നുള്ള അക്ഷരം. ഇനി അടുത്തത് പ എന്നുള്ള അക്ഷരം. നമ്മൾ യു എഴുതി എന്നിട്ടൊരു ഗ്യാപ്പ് ഇട്ടിരുന്നു അല്ലേ? ന എഴുതിയപ്പോൾ എന്നിട്ട് വരട്ടല്ലേ? ഇത് ഗ്യാപ്പ് ഇല്ലാതെ യുയിലേക്ക് ഒന്നിട്ട് എടുത്തു, എന്നിട്ട് മുകളിൽ വരച്ചു. അപ്പോൾ എന്തായി? പ. അടുത്തതാണെന്ത്? ഷ. ഇതെന്ത് ചെയ്താൽ മതി? പായുടെ നടുവിൽ, അതായത് അതിൻ്റെ ഇടയിലായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വലത് ഭാഗത്തേക്ക് ചരിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു വരയെടുക്കുക. അപ്പോൾ എന്തായി? ഷ എന്നുള്ളതാണ്. പാ കൊണ്ട് ഷ എന്നുള്ള അക്ഷരം, പാഷ. അടുത്തത് ഫ എന്നുള്ള അക്ഷരമാണ്. ഇതിൻ്റെ ശരിക്കുള്ള ഉച്ചാരണം പുവിൻ്റെ കൂടെ ഹ വരുമ്പോഴാണ്. നമ്മൾ ഫ എന്ന് പറയാറുണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ ഉച്ചാരണം പു പ്ലസ് ഹ എന്നുള്ളത് ഫ എന്നുള്ള അക്ഷരമാണ്. അപ്പോൾ പായിൽ നിന്ന് ഫ എന്നുള്ള അക്ഷരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ പ, മറ്റൊരു പ കുത്തനിട്ടത്, രണ്ടും കൂടി ചേർത്തിട്ട് ഒറ്റ വരാം. അപ്പം എന്തായി? ഫ എന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണിത്. ന, പ, ഷ, ഫ. നായിൽ നിന്ന് പ ഉണ്ടാക്കി, പായിൽ നിന്ന് ഷ ഉണ്ടാക്കി, പായിൽ നിന്ന് ഫയും ഉണ്ടാക്കി. അടുത്തതാണ് ഈ അക്ഷരങ്ങൾ കൂടി വരുമ്പോഴാണ്. അപ്പോൾ നായുടെ പകുതി, അതായത് ആ വരകൾ ഒഴിവാക്കി, പിന്നെ ന മുഴുവനായിട്ട്. അപ്പോൾ എന്തായി? ന. അതേപോലെ പായുടെ പകുതി, അതായത് പായുടെ വര ഒഴിവാക്കി, പിന്നെ മുഴുവനായിട്ടുള്ള പ. അപ്പം എന്തായി? ഫ. അതേപോലെ ഫ. ഇനി ആ എന്നുള്ള ചിഹ്നം ഈ അക്ഷരങ്ങളോടൊപ്പം വരുമ്പോൾ നോക്കാം. ന എന്ന് എഴുതിയിട്ട് ഒരു വര ഇട്ട് കൊടുത്തു. അപ്പം എന്തായി? ന. നാക്ക് ഓൾറെഡി വരണ്ട്, അത് നമുക്കറിയാമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ എന്നുള്ള ഉച്ചാരണം വേണമെങ്കിൽ വര ഇട്ട് കൊടുക്കണം. അപ്പം എന്തായി? ന. പ കഴിഞ്ഞിട്ട് വര ഇട്ട് കൊടുത്താൽ പ. ഷ കഴിഞ്ഞിട്ട് വര ഇട്ട് കൊടുത്താൽ ഷ. ഫ എന്ന് കഴിഞ്ഞിട്ട് വരട്ടെടുത്തപ്പം ഫ. അടുത്തത് ഇ എന്നുള്ള ചിഹ്നം, അതായത് ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടു അല്ലേ? അപ്പോൾ നായുടെ ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടപ്പോൾ എന്തായി? നി എന്നുള്ള അക്ഷരം. പായുടെ ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടപ്പോൾ പി എന്നുള്ള അക്ഷരം. ഷായുടെ ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടപ്പോൾ ഷി എന്നുള്ള അക്ഷരമായി. അതേപോലെ ഫായുടെ ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടപ്പോൾ ഫി. അതേപോലെ തന്നെ ഇ എന്നുള്ള ചിഹ്നം, അതായത് അക്ഷരത്തിൻ്റെ വലത് ഭാഗത്തേക്ക് വള്ളിയിട്ടു. ന എന്ന് എഴുതിയിട്ട് വലതു ഭാഗത്തേക്ക് വള്ളിയിട്ടപ്പോൾ നീ. പ എന്ന് എഴുതിയിട്ടാണെങ്കിലോ പി. ഷ എന്ന് എഴുതിയിട്ട് വലതു ഭാഗത്തേക്ക് വള്ളിയിട്ടപ്പോൾ ഷി. ഫ എന്ന് എഴുതിയിട്ട് വലതു ഭാഗത്തേക്ക് വള്ളിയിട്ടപ്പോൾ ഫി. ഇനി അടുത്തത് ഉ എന്നുള്ള ചിഹ്നം. അക്ഷരത്തിൻ്റെ അടിയിൽ ഇടത് ഭാഗത്തേക്ക് ഒരു കൊക്കിട്ട് കൊടുത്തു അല്ലേ? അപ്പം നായുടെ അടിയിലാണെങ്കിൽ നു, പായുടെ അടിയിലാണെങ്കിൽ പു, ഷായുടെ അടിയിലാണെങ്കിൽ ഷു, ഫായുടെ അടിയിലാണെങ്കിൽ ഫു. ഇതേപോലെ അക്ഷരത്തിനടിയിൽ ഇടത് ഭാഗത്തേക്കൊരു കൊക്കിട്ട് കൊടുത്തു. അപ്പം എന്തായി? ഊ എന്നുള്ള ഉച്ചാരണം കിട്ടും. അങ്ങനെ അടുത്തത് ഊ എന്നുള്ള ചിഹ്നമാണ്. അത് ചെറിയ കെട്ടോട് കൂടി വലത് ഭാഗത്തേക്ക് താഴോട്ടായിട്ട്. അപ്പോൾ നായുടെ അടിയിലാണെങ്കിൽ നു, പായുടെ അടിയിലാണെങ്കിൽ പൂ, ഷായുടെ അടിയിലാണെങ്കിൽ ഷൂ, ഫായുടെ അടിയിലാണെങ്കിൽ ഫൂ. ഈ റ് എന്നുള്ള ചിഹ്നം അടിയിൽ കുറച്ച് മുകളിലോട്ടായിട്ട് ഒരു കൊക്ക അല്ലേ? അപ്പോൾ നായുടെ അടിയിലാണെങ്കിൽ ണർ, പായുടെ അടിയിലാണെങ്കിൽ പ്ര, ഷായുടെ അടിയിലാണെങ്കിൽ ഷ്ര, ഫായുടെ അടിയിലാണെങ്കിൽ ഫ്ര. ഇതേപോലെ അക്ഷരത്തിൻ്റെ അടിയിൽ ഒരു കൊക്ക മുകളിലോട്ടാക്കി ഇട്ടെടുത്താൽ മതി. ഇനി എ എന്നുള്ള ചിഹ്നം, എ അല്ലെങ്കിൽ എ എന്നുള്ള ഉച്ചാരണം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നായുടെ മുകളിലാണെങ്കിൽ നെ അല്ലെങ്കിൽ നേ, പായുടെ മുകളിലാണെങ്കിൽ പെ അല്ലെങ്കിൽ പേ, ഷായുടെ മുകളിലാണെങ്കിൽ ഷെ അല്ലെങ്കിൽ ഷേ, ഫായുടെ മുകളിലാണെങ്കിൽ ഫെ അല്ലെങ്കിൽ ഫേ. ഇതേപോലെ അക്ഷരത്തിൻ്റെ മുകളിൽ ഇടത് ഭാഗത്തേക്ക് ചെരിച്ച് ഒരു വര ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം എന്തായി? എ അല്ലെങ്കിൽ എ എന്നുള്ള ഉച്ചാരണം.
ഈ ഐ എന്നുള്ളത് അക്ഷരത്തിൻ്റെ മുകളിൽ ഇടത് ഭാഗത്തേക്ക് ചരിച്ചിട്ട് 2 വര. അപ്പം നായുടെ മുകളിലാണെങ്കിൽ നൈ, പായുടെ മുകളിലാണെങ്കിൽ പൈ, ഷായുടെ മുകളിലാണെങ്കിൽ ഷൈ, ഫായുടെ മുകളിലാണെങ്കിൽ ഫൈ. ഇതേപോലെ ഇടത് ഭാഗത്തേക്ക് അക്ഷരത്തിൻ്റെ മുകളിൽ ചരിച്ചിട്ട് 2 വര. ഒരു വരയാണെങ്കിൽ എ, 2 വരയപ്പം ഐ. ഇനി ഒ എന്നുള്ള ചിഹ്നം, അത് അക്ഷരം കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടു, ആ വരയുടെ മുകളിൽ ഇടത് ഭാഗത്തേക്ക് ഒരു ചരിച്ചിട്ട് വരക്കുക. അപ്പം നാ കഴിഞ്ഞിട്ടാണെങ്കിൽ നോ, പ കഴിഞ്ഞിട്ടാണെങ്കിൽ പോ, ഷ കഴിഞ്ഞിട്ടാണെങ്കിൽ ഷോ, ഫ കഴിഞ്ഞിട്ട് ആണെങ്കിൽ ഫോ. ഇതേപോലെ ഒ അല്ലെങ്കിൽ ഓ എന്നുള്ള ഉച്ചാരണം. ഇനി ഔ എന്നുള്ള ചിഹ്നമാണ്. അക്ഷരം കഴിഞ്ഞിട്ട് വര ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇടത് ഭാഗത്തേക്ക് ചരിച്ചിട്ട് 2 വര. അപ്പം നൗ, പൗ, ഷൗ, ഫൗ. ഇനി അടുത്തത് എന്നുള്ള ചിഹ്നം. അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു കുത്തിട്ട് കൊടുത്തു. അപ്പം നായുടെ മുകളിൽ ആണെങ്കിൽ നം, പായുടെ മുകളിൽ കുത്തിട്ടപ്പം പം, ഷായുടെ മുകളിൽ കുത്തിട്ടപ്പം ഷം, ഫായുടെ മുകളിൽ കുത്തിട്ടപ്പം ഫം. ഓക്കെ. ഇനി അടുത്തത് ഇർണ. ഇർണ എന്ന് എഴുതിയിട്ട് ഒരു വര ഇട്ട് കൊടുത്തു. അപ്പം എന്തായി? ഇർണ. ഇടത്തോട്ട് വള്ളിയിട്ടപ്പം ഇർണി, വലത്തോട്ട് വള്ളി ഇട്ടപ്പം ഇർണി. ഇർണയുടെ മുകളിൽ എ എന്നുള്ള ചിഹ്നം വന്നപ്പോൾ ഇർണേ. അതേപോലെ ഇർണോ. ഈ ഇർപ്പ എന്ന് വരികയാണെങ്കിൽ ഇർപ്പ. ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടപ്പോൾ ഇർപ്പി, വലത് ഭാഗത്തേക്ക് വള്ളിയിട്ടപ്പോൾ ഇർപ്പി. അതേപോലെ ഊ എന്നുള്ള ചിഹ്നം വരുമ്പോൾ ഇർപ്പൂ. ഇനി അടുത്തത് ഇർഷ. അത് ദീർഘം വരുമ്പം ഇർഷ. ഇടത്തോട്ട് വള്ളിയിട്ടപ്പം ഇർഷി, വലത്തോട്ട് വള്ളിയിട്ടപ്പം ഇർഷി. ഇടത് ഭാഗത്തേക്ക് ചരിച്ചിട്ട് അക്ഷരത്തെ മുകളിൽ ഇർഷേ. അതേപോലെ ഇർഷോ, ഇർഷം. ഇനി ഇർഫ എന്ന് വരുന്നത് ഇർഫ, ഇർഫി, ഇർഫി, ഇർഫു, ഇർഫു, ഇർഫ അല്ലെങ്കിൽ ഇർഫെ. ഇനി പ്ര എന്നുള്ളത് പ്ര, പ്രി, പ്രീ, പ്രെ അല്ലെങ്കിൽ പ്രേ. 2 വരാകുമ്പോൾ പ്രൈ. അതേപോലെ പ്രോ അല്ലെങ്കിൽ പ്രോ. അടുത്തത് പ്രൗ. ഇനി അടുത്തത് ഫ്ര, ഫ്ര, ഫ്രീ, ഫ്രീ, ഫ്രൂ, ഫ്രേ അല്ലെങ്കിൽ ഫ്രേ, ഫ്രൈ. അടുത്തത് ഴ എന്നുള്ളതാണ്. ഇതാണ് ഞാൻ അവസാന ഭാഗത്ത് പറയാമെന്ന് പറഞ്ഞത്. ഷായുടെ അടിയിൽ ഒരു കുത്തിട്ട് കൊടുത്തു ഇടത് ഭാഗത്ത് അല്ലേ. അപ്പം എന്തായി? ഴ എന്നുള്ള അക്ഷരമായി. ഇത് വർണ്ണമാലയിലൊന്നും ഇല്ലാത്ത അക്ഷരമാണ്, പക്ഷെ നമുക്ക് ആവശ്യം വരുന്ന അക്ഷരം കൂടിയാണ്. അപ്പോൾ ഴ, ഴി, ഴീ, ഴു, ഴൂ, ഴം. ഓക്കെ. പലപ്പോഴും ഈ സ്ഥലങ്ങൾക്കൊക്കെ നമുക്കിത് ആവശ്യം വരും അധികമായിട്ട്. ഉദാഹരണമായി കോഴിക്കോട്, കീഴുപറമ്പ, പാഴൂര്, കിഴിശ്ശേരി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾക്ക് നമുക്ക് ഴ എന്നുള്ള അക്ഷരം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി നമുക്ക് ഇന്ന് പഠിച്ച അക്ഷരങ്ങളും മുമ്പ് പഠിച്ച അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഭാഗം നോക്കാം, വായിക്കാം, എഴുതാം. ആദ്യത്തെ എന്താ എഴുതിയത്? പർവ്വത് അല്ലേ. പ കഴിഞ്ഞിട്ട് ഇറുവ, പിന്നെ ത അവസാനം വരുമ്പോൾ ത്, പർവ്വത്. ഇനി പ്ര എഴുതിയിട്ട് ഔ ചിഹ്നം, അപ്പം എന്തായി? പ്രൗ. പിന്നെ ഢ എന്നുള്ളത് അവസാനം വന്നു, എന്തായി? പകുതിയായിട്ട് ഉച്ചരിക്കും, പ്രൗഢ്. അതേപോലെ എന്താണ്? പ്ര കഴിഞ്ഞിട്ട് വരട്ട് കൊടുത്തു, അപ്പം എന്തായി? പ്ര. പിന്നെ ണ അവസാനം വരുമ്പോൾ നായുടെ പകുതി, അപ്പം എന്തായി? പ്രാൺ. അടുത്തെന്താണ്? പീല. പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ അല്ലേ. പ കഴിഞ്ഞിട്ട് വലത് ഭാഗത്തേക്ക് വള്ളിട്ടു, അപ്പം പീ, പിന്നെ ല, പീല. പിന്നെ പുത്ര അല്ലേ. അത് അടുത്തെന്താണ്? ണിങ്. ണ കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ട്, അപ്പം എന്തായി? ണി. പിന്നെ ങ എന്നുള്ള അക്ഷരമാണ് അല്ലേ. ഡായുടെ വലത് ഭാഗത്ത് കുത്തിട്ടപ്പം ങ എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ങയുടെ പകുതിയായിട്ട് വരും, അപ്പം എന്താവും? ങ്. അപ്പം ണിങ്. അപ്പം സൈക്കിളിൻ്റെ ഒക്കെ വെല്ലടിക്കില്ല നമ്മൾ, നിങ് നിങ് അല്ലേ. അപ്പം ണിങ്. അതേപോലെ ഷഡ്കോൺ, ടായുടെ പകുതി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിഹ്നമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഹൽ ചിഹ്നം എന്ന് പറയും അല്ലേ, ടായുടെ പകുതി ആക്കാൻ. അപ്പോൾ ട്, ഷ, ട്, കോ, ണ അവസാനം വരുമ്പോൾ ണ്, ഷഡ്കോൺ. അടുത്തെന്താണ്? ആകർഷൻ. അടുത്തത് മുകളിൽ പാഷാൺ. പാഷാൺ എന്ന് പറഞ്ഞാൽ എന്താ? കല്ല് അല്ലേ, പാഷാൺ. അടുത്തെന്താണ്? വേഷ്. തൊട്ട് താഴെയുള്ളത് ഫൂൽ. അടുത്തെന്താണ്?
ഫ്രഞ്ച്. ഫ്രേ എന്ന് കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ട് അപ്പോൾ ഫ്രെയിം. പിന്നെ അവസാനം ച്, ഫ്രഞ്ച്. അടുത്തെന്താണ് ഫിലിം. അടുത്തത് ഫൗജ്. അടുത്തെന്താണ് മാ കഴിഞ്ഞിട്ട് ലായുടെ മുകളിൽ കുത്തിട്ട് അപ്പോൾ ലം. പിന്നെ പൂ, പിന്നെ ഴ, മലമ്പുഴ. അടുത്തെന്താണ് ആ കഴിഞ്ഞിട്ട് ഴ കഴിഞ്ഞിട്ട് വലതു ഭാഗത്തേക്ക് വള്ളിയിട്ട് അപ്പോൾ അഴി, അഴി. പിന്നെ കായുടെ പകുതിയും പിന്നെ മുഴുവനായിട്ടുള്ള കായും എന്തായി ഖ. പിന്നെ ല അവസാനം ൽ, അഴീക്കൽ. ഇതേപോലെ നമുക്ക് പഠിച്ച അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ ചേർത്ത് എഴുതിയിട്ട് ഇതുപോലെ ഒരുപാട് വേർഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഓരോ വേർഡുകൾ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് എഴുതി പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സബ്കോ ധന്യവാദ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യുകയും ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും.